7 കൊല്ലം മുമ്പുള്ള സ്കൂൾ ഇപ്പത്തെ സ്കൂളുകളൊന്നും പരിശോധിച്ച് നോക്കി. അതേമാതിരി ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ല സമസ്തി ഞങ്ങളൊരു അഭിപ്രായ വ്യത്യാസമല്ല. വോട്ടെണ്ണി നൂലാന്തി ഇവിടെ ടി മുഹമ്മദ് ബഷീർ സമാധാനം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സമസ്തക്കാരെ ഫുൾ ആരോപിച്ചു. അതല്ല മൂപ്പര് പറഞ്ഞു എന്താ മാറ്റമുള്ളത് ചോദിച്ചു. ഇപ്പൊ കോളേജിലും സ്കൂളുകളിലും എന്താ നടക്കണ്ട്? SFI കയറി നിരങ്ങി ആളെ വെട്ടല്ലേ കുത്തല്ലേ കൊല്ലല്ലേ അതല്ലേ നടക്കണ്ടേ? പക്ഷെ ഇന്നലെ തോമസ് ഐസക് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. SFI കേരളത്തിലെ ഏതെങ്കിലും ഒരു KSU പ്രവർത്തകരെയോ ലീഗ് പ്രവർത്തകരെയോ കൊന്നതായിട്ട് താങ്കൾക്ക് തെളിയിക്കാമോ? ഉണ്ട്. ഏത് പേര് പറയും? ഏതാ അറിയില്ല. സംഭവം പേര് പറയും. സ്വന്തം അപ്പള്ളാനെ പറ്റിക്കൊല്ലൂല. സ്വന്തം അപ്പള്ളാനെ പേര് പറയൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SFI കൊല്ലേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കഴിഞ്ഞ ആഴ്ച വിവാഹം ഉറപ്പിച്ച് നിക്കാഹ് കർമ്മം നടത്തേണ്ട ഒരു പെൺകുട്ടിയെ മതം മാറ്റി SFIന്റെ ഒരു പ്രവർത്തകൻ മതം മാറ്റി മറിച്ച് വേറെ കല്യാണം. എനിക്കൊരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കണം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നിട്ട് വരാം. സിദ്ധാർത്ഥനെ എങ്ങനെ കൊന്നത് ഞാൻ പറയാതെ തന്നെ. അതെ സംഭവമൊന്നുമില്ല. ആ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ല സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ. പക്ഷേ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ സംഭവിച്ചത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചെറിയ കഥയല്ല. ഒരുപാട് തവണ ഇതേപോലുള്ള കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. മരണസമയത്ത് തുള്ളി വെള്ളം പോലും 3 ദിവസം SFIയുടെ ക്യാമ്പസ് ആണത്. അതെ അപ്പൊ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇനി നമ്മൾ നെല്ലുമായി മൂന്നാമത് കേസുകാരനാണ് അത് വെറുതെ പറയാണ്. അല്ല അയാളെ കുടുംബ പശ്ചാത്തലം അങ്ങനെയാണെന്നാണ് പറയുന്നത്. കുടുംബം അങ്ങനെയൊന്നും ഇല്ല, വെറുതെ പറയാണ്. കാരണം മുഴുവനും അതിൽ SFIന്റെ പ്രവർത്തകരാണ്. മുഴുവൻ SFIന്റെ ആണ്. അത് എന്തുകൊണ്ട് SFIന്റെ ആയത്? ബാക്കിയുള്ള വിദ്യാർത്ഥി സംഘടനയൊക്കെ വിദ്യാർത്ഥികൾ ഇട്ട് വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് എല്ലാ ക്യാമ്പസും SFIന്റെ ആണ്. അപ്പൊ ശരി. പക്ഷെ അത് സിദ്ധാർത്ഥന്റെ മരണത്തിന് അത് ന്യായീകരണമല്ല. അതിൽ മരണത്തിന് ശരി. അപ്പൊ നമ്മള് ഒരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.